ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രേക്ക് ഡൗൺ എടുത്തുകൊണ്ട് വന്നതാണ്. അതായത് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഒന്നും വീഴുന്നില്ല. അതായത് ഒരു ഗിയറും വീഴുന്നില്ല, ഗിയർ ലിവറും വെറും ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന്, ഗിയർ ലിവറിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊന്ന് നോക്കാം. വണ്ടിക്ക് അകത്ത് വന്നിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഗിയർ ഒന്നും വീഴുന്നില്ല. അതായത് നമ്മൾ ഗിയർ നോക്കും വെറും ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, വെറും ഫ്രീ ആയിട്ടാണ് ഗിയർ ലിവർ കിടക്കുന്നത്, ഒരു ഗിയറും വീഴുന്നില്ല. അതായത് വെറും ഫ്രീ, അതായത് അകത്തു നിന്നുള്ള സെലക്ടറിൻ്റെ കണക്ഷൻ പോയ പോലെ തന്നെ ഉള്ള ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ മിക്കവാറും ഇതിൻ്റെ സെൻട്രൽ ഷാഫ്റ്റ് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. വെറും ഫ്രീ ആയിട്ടാണ് ഗിയർ ലിവർ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് നമുക്ക് അഴിച്ചെടുക്കാം. ഗിയർ ബോക്സ് അഴിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നോക്കേണ്ടത് ബാറ്ററി കണക്ഷൻ അഴിച്ചു വിടുക, ഗിയർ ബോക്സിൻ്റെ ചുറ്റുബോൾട്ടുകൾ അഴിച്ചു വിടുക, ഗിയർ ബോക്സുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ അഴിച്ചു വിടുക, വയറിൻ്റെ സോക്കറ്റ്, റിവേഴ്സ് സ്വിച്ച്, സ്പീഡോമീറ്ററിൻ്റെ സെൻസർ, ഇതിൻ്റെ കണക്ഷൻസൊക്കെ അഴിച്ചു വിടുക, സ്റ്റാർട്ടർ അഴിച്ചു വിടുക, ആക്സിൽ രണ്ടും പിടിക്കുക. എന്നിട്ട് നമുക്ക് ഗിയർ ബോക്സ് എന്തായാലും പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മാരുതി ആൾട്ടോ ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഒരു ഗിയറും വീഴുന്നില്ല. അതായത് ഒരു ഗിയറും വീഴുന്നില്ല, ഗിയർ ലിവർ വെറും ഫ്രീ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ആവുന്നത്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഗിയറിൻ്റെ താഴത്തെ വരുന്ന ബോൾട്ട് ഊരിപ്പോയതോ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ നമുക്കിപ്പോൾ കാണിക്കാം. അടിവശമാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഗിയറിൻ്റെ സെലക്ടർ ലിവർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗിയർ ഗിയർ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഏതെങ്കിലും ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ബോൾട്ടോ കാര്യങ്ങളൊന്നും ഊരിയല്ല. ഇതിനകത്തു നിന്നുള്ള പ്രശ്നമാണ്, ഗിയർ ബോക്സിനകത്തുള്ള പ്രശ്നമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ഈ സെൻട്രൽ ഷാഫ്റ്റ് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ വെച്ച് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഗിയർ ബോക്സ് അഴിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ 3 ബോൾട്ട് അഴിച്ച്, നമ്മളിപ്പോൾ ഗിയർ ഓയിൽ ഓൾറെഡി ചോർത്തിട്ടുണ്ട്, ഈ 3 ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് ഇതിനുള്ളിൽ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ 3 ബോൾട്ട്, 2 ബോൾട്ട് അഴിച്ചെടുത്ത് 1 ബോൾട്ടിൽ നിൽക്കുകയാണ് ഈ കപ്പ്, സെലക്ടർ കപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ബോളൊക്കെ താഴെ, ആ കാണുന്നത് ഒരു ബോളാണ്. ആ ബോൾ ഊരി താഴെ കിടക്കുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലിവർ വെറും ഫ്രീ ആയിട്ടാണ്. ഇതിൻ്റെ ലിവർ, ഈ ഷാഫ്റ്റ് നേരെ അകത്തോട്ടാണ് പോകുന്നത്, നേരെ അകത്തോട്ട് വരും, മേളിലോട്ടാണ് അതിന് കണക്ഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ സെലക്ടർ ലിവറൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അഴിച്ച് താഴെ ഇറക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ച് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടത് ഇത് ഷാഫ്റ്റ് ഫ്രീ ആണ് കണ്ടത്. ഇതാണ് ഇതിൻ്റെ സെൻട്രൽ ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ അഴിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഓൾറെഡി പൊട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബോള് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാടായതുകൊണ്ട് ഈ ബോളാണ് നമ്മൾ ഈ ഭാഗത്ത് അയച്ചപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് അയച്ചു നോക്കാം. അപ്പോൾ ഈ സെൻട്രൽ ഷാഫ്റ്റ് പൊട്ടിയതാണ് ഗിയർ ഒന്നും വീഴാതെ ഇരിക്കാനുള്ള കാരണം. ഓക്കെ, അത് ഇപ്പോൾ നമ്മൾ ഗിയർ ഇടുമ്പോൾ ഒന്നും സെലക്ട് ആവുന്നില്ല, കാരണം ഇതിലാണ് സെലക്ട് ആവേണ്ടത്. ഇവിടുന്ന് ഒരു റോഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഈ റോഡിലാണ് സെലക്ട് ആവേണ്ടത്, പക്ഷേ ഒന്നും സെലക്ട് ആവുന്നില്ല. അപ്പോൾ ഇത് പൊട്ടിയതാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, ഇത് പൊട്ടിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ബോൾ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്, ഈ ബോൾ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ഗിയർ ബോക്സ് പിരിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം ഇതിനുള്ളിൽ ഇതിൻ്റെ ഒടിഞ്ഞ പീസോ കാര്യങ്ങളോ ഒക്കെ ഗിയർ ബോക്സിനുള്ളിലുണ്ടെങ്കിൽ നമുക്ക് അത് പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് ഇത് ഓപ്പൺ ചെയ്ത് തന്നെ വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ അഴിക്കുമ്പോൾ കാണുന്നത് ഇതിനുള്ളിലാണ് ഇതിൻ്റെ സെലക്ടർ വരുന്നത്. ഇതിനുള്ളിൽ പൊട്ടി കിടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കിടക്കുന്നതാണ് അതിൻ്റെ ഷാഫ്റ്റ് പൊട്ടി കിടക്കുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്, അതായത് ആ ഷാഫ്റ്റ് വന്നിട്ട് ഇതിൽ കണക്റ്റ് ആവുന്നു, ഇത് നേരെ പോയിട്ട് കണക്റ്റ് ആവുന്നത് ഇതിലാണ്. അങ്ങനെയാണ് ഗിയർ സെലക്ട് ആവുന്നത്. ഇവിടെയാണ് അതിൻ്റെ സെലക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് കവർ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് കവർ ഓപ്പൺ ചെയ്തിട്ട് എന്തായാലും നമുക്ക് ഇത് പിരിച്ചെടുക്കാം, കാരണം ഇതിനുള്ളിൽ ഒരു സ്പ്രിങ് ഒക്കെ വരുന്നതാണ്. ആ സ്പ്രിങ് ഒക്കെ ഇതിനുള്ളിൽ കിടപ്പുണ്ടോ, അത് കറക്റ്റായിട്ടിരിക്കണോ, പിസറോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് പീസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ബോൾട്ടെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്.
ഒരേ നീളമുള്ള 10-ൻ്റെ ബോൾട്ടുകളാണ് ടോപ്പ് കവറിൽ വരുന്നത്. അപ്പോൾ ടോപ്പ് കവർ നമ്മൾ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് കുത്തി നമ്മൾ ഇളക്കാൻ ശ്രമിക്കരുത്. കാരണം ഇവിടെ ജസ്റ്റ് തട്ടുക, പ്ലാസ്റ്റിക് ഹാമർ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ഊരി വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഊരി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു ലോക്ക് പിന്ന് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലിപ്പ് ഊരിയെടുക്കണം. ഈ ക്ലിപ്പും ഈ ലോക്ക് പിന്നും അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കും നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഗിയറോട് കൂടി നമുക്ക് പുറത്തെടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു ലോക്ക് അഴിച്ചെടുക്കണം. ഈ ഒരു ലോക്ക് ജസ്റ്റ് തട്ടി എടുത്തു കഴിഞ്ഞിട്ട് ഈ ബോൾട്ട് അഴിച്ചെടുക്കുക. ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഗിയർ നമുക്ക് പുറത്തെടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഒരു ലോക്ക് വരുന്നത്, ഇവിടെ ഒരു സർക്കിൾ ലോക്ക്, ഇവിടെ ഒരു സർക്കിൾ ലോക്ക്, ഈ വരുന്നത് ഇത് 5ാമത്തെ ഗിയറാണ് വരുന്നത്. ഈ 5ാമത്തെ ഗിയർ നമുക്ക് പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാം. ഇതിൽ നിന്ന് അഴിച്ചെടുത്ത ലോക്ക്, ഈ ലോക്ക് വരുന്നത് ഈ ഭാഗത്ത്, ഈ ചെറിയ ലോക്ക് വരുന്നത് ഈ ഭാഗത്ത്, ഈ പിന്ന് വരുന്നത് ഈ ഭാഗത്ത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ നട്ട് നമ്മൾ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നട്ട് ലൂസ് ചെയ്ത് മാറ്റി വെക്കുക. ഇതിന് വേറെ വാഷറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് പൊക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഗിയർ അതേപോലെ തന്നെ പൊക്കിയെടുത്ത് കറക്റ്റായിട്ട് തന്നെ മാറ്റി വെക്കുക. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു എലങ്കി ബോൾട്ട് വരുന്നുണ്ട്, അത് നമുക്ക് ഊരിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടുന്ന് അഴിച്ചെടുത്ത് ഇതാണ് ഈ ഒരു ബോൾട്ടാണ് വരുന്നത്. അതിനുള്ളിലായിട്ട് ഒരു ബോളും വരുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 2 ഭാഗത്ത് മുകളിലോട്ട് ഇതിൻ്റെ ടോപ്പിൽ 5th ഗിയർ അഴിച്ച് ഇതിൻ്റെ വീലും അഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സിങ്ക്രണൈസർ സെലക്ടറും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സെലക്ടറും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു പാർട്ടാണ്. ഈ ഒരു പാർട്ട് അഴിക്കാൻ ചുറ്റുബോൾട്ടും കാര്യങ്ങളുണ്ട്. ഈ ചുറ്റുബോൾട്ടും കാര്യങ്ങളും എല്ലാം അഴിച്ചെടുക്കുക. ഈ ബോൾട്ട് നമ്മൾ അഴിച്ചെടുക്കുക. ഇതിനകത്തുള്ള ഒരു സ്പ്രിങ് ബോൾ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ ഒരു നീളമുള്ള ബോൾട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ചുറ്റുബോൾട്ടും കാര്യങ്ങളെല്ലാം അഴിച്ചിട്ട് നമുക്ക് ഈ കപ്പ് ഓപ്പൺ ചെയ്ത് വെക്കാം. ഈ കപ്പ് നമുക്ക് ഓപ്പണാക്കി പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കവറ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒടിഞ്ഞ പീസ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഒടിഞ്ഞ പീസ് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് ഒടിഞ്ഞു പോയത്. ഈ ഭാഗത്തായിട്ടാണ് ഒരു ബോള് സ്പ്രിങ് ഒക്കെ വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഷാഫ്റ്റ് കയറ്റിയിട്ടു. ഓക്കെ, ഷാഫ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ശരിക്കും ഇതിങ്ങനെയാണ് അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. ഇത് അറ്റാച്ചായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ കണക്റ്റ് ആകുന്നു. ഇതിൽ കണക്റ്റ് ആയിട്ട് ഈ സെലക്ടർ ഷാഫ്റ്റ് വന്നിട്ട് ഇതിനുള്ളിലായിട്ടാണ് കയറി വീഴുന്നത്. ഇതിപ്പോൾ അതിനെ ലോക്ക് ചെയ്യുന്ന ബോൾട്ടാണ് ഈ വരുന്നത്. ഇതിനുള്ളിൽ കയറി വീഴുന്നു. ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഗിയർ ലോഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഗിയർ ഇടുമ്പോൾ ഇതുവഴി കണക്ഷൻ വന്നിട്ട് ഇതുവഴി വരുന്നു. ഇവിടെ ഗിയർ സെലക്ട് ആകും. ഇതാണ് ആൾട്ടോയിൽ സംഭവിക്കുന്നത്. ആൾട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, കാരണം ഇത് ഒടിയാനുള്ള ഒരു മെയിൻ കാരണം ഇത്രയും ലെങ്ത്തിലാണ് ഈ ലിവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് ഔട്ടാതെയോ അങ്ങനെ വല്ല ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റ് ഒടിയും, അല്ലെങ്കിൽ ഈ ഷാഫ്റ്റ് ബെൻഡാകും. ആൾട്ടോയുടെ ഗിയർ ബോക്സിൻ്റെ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഒരു ചെറിയ ഒട്ടക്ക് പോലെ, അതായത് ഒരു ടൈറ്റ് പോലെ ഗിയർ വീഴുന്നത്, ഒന്നിൽ ഇത് ബെൻഡായതാവാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മെയിൻ ഷാഫ്റ്റ് ബെൻഡായതാവാം. ഓക്കെ, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷാഫ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. വേറെ കണക്ഷനോ കാര്യങ്ങളോ ഇത്രയും വലിയ റോഡിൽ ഇവിടെ നിന്ന് നമ്മൾ ഗിയർ ഇടുമ്പോൾ ഗിയർ സെലക്ട് ആവുന്നത് ഈ ഭാഗത്തു നിന്ന് സെലക്ട് ആവുന്നത് ഇവിടെ വരുന്നു. ഇവിടെ നിന്നാണ് 1st, 2nd, 3rd, 4th, 5th റിവേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് പൊട്ടിയേക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഷാഫ്റ്റ് നമുക്ക് മാറേണ്ടതായിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഷാഫ്റ്റ് പുതിയത് മാറാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പുതിയ റോഡ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ റോഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒടിഞ്ഞ പഴയ പീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗിയർ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പൊട്ടിയിട്ട് ഇതിൻ്റെ പിസിര് അതുപോലെ തന്നെ ഇതിൻ്റെ ബോൾ സ്പ്രിങ് എല്ലാം ഇതിനുള്ളിൽ പോയിട്ട് നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കിടക്കുമായിരുന്നു. അതാണ് നമ്മൾ ഈ ഗിയർ ബോക്സ് ഇത്ര ഓപ്പൺ ചെയ്യാനായിട്ടുള്ള കാരണം. ഇത് നമുക്ക് ഗിയർ ബോക്സ് അഴിക്കാതെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. അതൊരു ശകലം പാടാണ്. ഇതിൻ്റെ ബോൾട്ട് ഇടാനായിട്ട് ഒരു ശകലം പാടുണ്ട്. എന്നാലും നമുക്കത് അഴിക്കാതെ തന്നെ മാറാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇത് ഓപ്പൺ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ഒടിഞ്ഞ പീസ് അതുപോലെ തന്നെ പീസിൽ എല്ലാം ഗിയർ ബോക്സിലുണ്ട്. പിന്നെ അത് റൺ ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സ് ഡാമേജ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിയർ ബോക്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ വരുന്ന സീല് നമ്മളിപ്പോൾ പുതിയത് മാറിയിട്ടുണ്ട്. ഇത് പുതിയ സീലാണ്. അപ്പോൾ ഈ റോഡ് നമുക്ക് കയറ്റിയിടാം. കയറ്റിയിടുമ്പോൾ ഒരു ശകലം ഓയിൽ മൈ ഇതിൽ തൂത്തിട്ട് ഈ സീല് വഴി ഇത് ഉള്ളിൽ കയറ്റിയിടുക. ഓക്കെ, ഇങ്ങനെയാണിത് വരുന്നത്.
നേരത്തെ നമുക്ക് പോയത് ഇവിടെ വെച്ചാണ് ഒടിഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. നമ്മളിതിൻ്റെ ആ റോഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കവറാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ കവർ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് സൈഡിലെ ബോണ്ടും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട് ഇട്ടിട്ട് പുതിയ ബോണ്ട് ഇട്ടിട്ട് നമുക്ക് ഈ കവർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും കവറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിന് മുകളിൽ വരുന്ന റോഡ് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളും എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. ബാറ്ററി കാര്യങ്ങളെല്ലാം കൊടുത്തു. നമ്മളിപ്പോൾ ഗിയർ ഓയിൽ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ഗിയർ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഗിയറിൻ്റെ പ്ലേ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. വണ്ടിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗിയറിന് നേരത്തെ ഉള്ള പ്ലേ കുറവാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഗിയർ ചുമ്മാ അങ്ങോട്ട് പോയി. ഇപ്പം ഫസ്റ്റ് വീഴുന്നുണ്ട്, സെക്കൻഡ് വീഴുന്നുണ്ട്, തേർഡ്, ഫോർത്ത്, അതുപോലെ തന്നെ ഫിഫ്ത്ത്, റിവേഴ്സ്. ഓക്കെ, ഇപ്പോൾ എല്ലാ ഗിയറും വീഴുന്നുണ്ട്. നേരത്തെ ഒരു ഗിയറും വീഴുന്നില്ല. മീൻസ് ഈ ഷാഫ്റ്റ് വെറുതെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ആവുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ റോഡ് ഒടിഞ്ഞത്. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഒന്നും വീഴുന്നില്ല. ഗിയർ ലിവർ വെറും ഫ്രീ ആയിട്ട് വെറും ആടി കളിക്കുന്ന പോലുള്ള ഒരു ഫീല്, ഗിയർ ഒന്നും വീഴുന്നില്ല. ഇത് ആൾട്ടോ ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ റോഡ് ഒടിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടായിരുന്നു ഒടിഞ്ഞ പീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒടിഞ്ഞ പീസും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ ഗിയർ ബോക്സ് നമുക്കിത് പുറത്തുനിന്ന് തന്നെ അത് മാറാനായിട്ട് സാധിക്കും. പക്ഷേ ഇച്ചിരി പാടാണ്. പക്ഷേ പൊട്ടിയ പീസ് നമ്മൾ അയക്കാനുള്ള മെയിൻ കാരണം അതിൻ്റെ സ്പ്രിങ്ങും ബോളും എല്ലാം അതിനകത്ത് ഉള്ളിൽ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പുറത്തുനിന്ന് മാറുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പീസ് നമുക്ക് എന്തെങ്കിലും ഒരു മൈൻഡിൽ പീസ് അകത്ത് ഉണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഗിയർ ബോക്സ് അഴിച്ച് തന്നെ ഇത് മാറുക. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഗിയർ ഒന്നും വീഴുന്നില്ല, അതായിരുന്നു കംപ്ലൈൻറ്റ്. എൻ്റെ സെൻറ്റർ റോഡ് ബ്രോക്കൺ ആയിരുന്നു. നമ്മളിപ്പോൾ മാറിയത് കണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.